അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച അടിച്ചു പിരിഞ്ഞു എന്ന വാർത്തയാണ് ഏതാനും മണിക്കൂറുകളായി ലോകം ചർച്ച ചെയ്യുന്നത്. ലോകം ഉറ്റുനോക്കിയ ചർച്ചയിൽ അസാധാരണ സംഭവങ്ങളാണ് അരങ്ങേറിയത്. നേതാക്കൾ തമ്മിൽ അതിരൂക്ഷമായ വാക്പോരും വെല്ലുവിളികളും ഉണ്ടായി. തുടർന്ന് വൈറ്റ് ഹൌസ് വിട്ട് പുറത്തു പോകാൻ സെലൻസ്കിയോട് ട്രംപ് ആജ്ഞാപിച്ചു. ഇരുവരും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനവും ട്രംപ് റദ്ദാക്കി. പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇരു നേതാക്കളും തമ്മിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ച തുടങ്ങിയത്. എന്നാൽ സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന താല്പര്യമില്ലെന്നും അനാദരവ് കാട്ടിയെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും ആഞ്ഞടിച്ചു. ട്രംപിന്റെ എല്ലാ നിർദ്ദേശങ്ങളും സെലൻസ്കി തള്ളി. യുദ്ധത്തിൽ സഹായിച്ചതിന് അമേരിക്കയോട് മാധ്യമങ്ങളുടെ മുന്നിൽ നന്ദി പറയണമെന്ന് ജെഡി വാൻസ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടു. യുക്രൈൻകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ താങ്കൾ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് വാൻസിനോട് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. പുടിൻ വിശ്വസിക്കാനാവുന്ന വ്യക്തിയല്ലെന്നും കൊലയാളിയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്തതെന്നും വ്യക്തമാക്കിയ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു. മൂന്നാം ലോകയുദ്ധം ഉണ്ടാക്കിയേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടേതെന്ന് ട്രംപ് ആരോപിച്ചു. ഇതോടെ പുടിനോടുള്ള മൃദുലമായ സമീപനത്തിൽ ട്രംപിനെ സെലൻസ്കി പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നു. രാഷ്ട്ര നേതാക്കളുടെ പതിവ് ചർച്ചകളിൽ നിന്ന് മാറി പരസ്പരം വാക്കുതർക്കത്തിലേക്ക് നീണ്ടതോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണെന്ന വാൻസിന്റെ വാക്കുകളോട് എന്ത് തരം നയതന്ത്രമെന്ന് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. റഷ്യൻ പ്രസിഡന്റ് പലതവണ ധാരണകൾ ലംഘിച്ചതിന്റെ ഉദാഹരണങ്ങൾ എണ്ണി പറഞ്ഞു. ഇതോടെ വാൻസ് ക്ഷുഭിതനായി. അനാദരവ് കാട്ടുന്നു എന്നാരോപിച്ച് തർക്കമായി. പിന്നാലെ ഈ വാക്കുതർക്കം ട്രംപ് ഏറ്റെടുത്തു. സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നും മൂന്നാം ലോക മഹായുദ്ധമാണോ ലക്ഷ്യമെന്നും ട്രംപ് ചോദിച്ചു. യുക്രൈന് ഇത്രയും കാലം ഫണ്ട് നൽകിയതിന് ബൈഡനെ വിഡ്ഢിയായ പ്രസിഡന്റ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു. പിന്നെ അധിക നേരം ചർച്ച നീണ്ടുനിന്നില്ല. സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദാക്കി. യുക്രൈനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയാണ് ഇങ്ങനെ അവസാനിച്ചത്. സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ പിന്നീട് കുറിച്ചു. വൈറ്റ് ഹൌസിൽ പുറത്തിറങ്ങിയ സെലൻസ്കി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്നില്ല. പിന്നീട് എക്സിൽ സെലൻസ്കി ട്രംപിന് നന്ദി പറഞ്ഞു. വിഷയം റഷ്യൻ മാധ്യമങ്ങളും ചർച്ചയാക്കുകയാണ്. അതേസമയം കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയുടെ വസ്ത്രധാരണം മതിപ്പുണ്ടാക്കുന്നതായിരുന്നില്ലെന്നും ട്രംപിന്റെ നിരീക്ഷണമുണ്ടായി. വാഷിംഗ്ടണിലെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ പരസ്പരം അഭിവാദ്യം ചെയ്തപ്പോൾ സെലൻസ്കിയുടെ വസ്ത്രത്തോടുള്ള ട്രംപിന്റെ പ്രതികരണം പ്രകടമായിരുന്നു. സ്യൂട്ട് ധരിക്കാത്തത് എന്താണെന്നും നിങ്ങൾക്ക് സ്യൂട്ട് ഉണ്ടോ എന്നുമുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് യുദ്ധം പൂർത്തിയായ ശേഷം ഇത്തരം വസ്ത്രധാരണത്തിലേക്കോ ഇതിനേക്കാൾ മികച്ചതിലേക്കോ എത്താമെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. അപൂർവ ധാതുക്കരാറിൽ ഒപ്പുവെക്കാൻ യുഎസിലെത്തിയപ്പോഴാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചതിനെ തുടർന്ന് കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് മടങ്ങി. യുക്രൈന്റെ അത്യപൂർവ്വ ധാതു സമ്പത്തിൽ ഒരു പങ്കിന്റെ അവകാശം യുഎസിന് നൽകുന്നതിനുള്ള കരാറായിരുന്നു ഒപ്പിടേണ്ടിയിരുന്നത്. എന്തായാലും ഇതോടെ സൗദിയിൽ വെച്ച് യുഎസും റഷ്യയും ചേർന്ന് പ്രഖ്യാപിച്ച യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാവി തുലാസിലായിരിക്കുകയാണ്.